ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനോട് 100 വട്ടം ചോദിക്കുന്നുണ്ട്, എന്താ കാരണം, നിങ്ങൾ എന്തിനാണ് എന്നെ പെട്ടെന്ന് വിവാഹം കഴിച്ചത്, അതിനുള്ളിലുള്ള രഹസ്യം എന്താണ്, നിങ്ങൾ എന്തിനാ എന്നെ ഇത്ര ദേഷ്യപ്പെടുന്നത്, എന്നെ ഒരു വെറുപ്പായിട്ട് കാണുന്നതിന് കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അശ്വിൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അശ്വിൻ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി മുകളിലേക്ക് പോയിട്ട് ബാൽക്കണിയിൽ പോയിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതി മുകളിൽ വരുന്നുണ്ട്. ശ്രുതി സാധാരണ ബാൽക്കണിയിലാണല്ലോ കിടന്നുറങ്ങാറ്. അങ്ങനെ ശ്രുതി മുകളിൽ വരുമ്പോഴേക്കും അവിടെ റൂമിൽ അശ്വിനെ കാണുന്നില്ല. ശ്രുതി തലേണയും പായൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിലേക്ക് പോവാണ്. അവിടെ പോകുമ്പോഴേക്കും ആ ഇരുട്ടത്ത് അശ്വിനോടെ നിൽക്കുന്നുണ്ടാവും. ശ്രുതി കാണാത്തത് കൊണ്ട് തന്നെ അശ്വിൻ്റെ കാലിലാണ് ചവിട്ടണത്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യാന്ന് പോലെ കാല് വേദനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ നിനക്ക് നോക്കി പറഞ്ഞൂടെ, നിങ്ങളിവിടെ ഇരിക്കണ കാര്യം എനിക്കറിയില്ല, സാധാരണ ഇത് എൻ്റെ സ്ഥലമാണല്ലോ എന്ന് പറയുമ്പോൾ, എന്താ നിനക്ക് ഈ സ്ഥലം തീരെഴുതി തന്നിട്ടുണ്ടോ, നിങ്ങൾ നിൻ്റെ സ്ഥലം എന്ന് പറയാനായിട്ട്, നിങ്ങളെന്തിനാ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴേക്കും, അല്ല നിങ്ങൾക്ക് എന്തൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിലും നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കുന്നതിലൊക്കെ എന്തൊരു റീസൺ ഉണ്ട്, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പറഞ്ഞിട്ട്, എല്ലാത്തിനും കാരണം നീയാണ്, ഞാനിങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും എല്ലാത്തിനും കാരണം നീയാണ് ശ്രുതി എന്ന് പറയുകയാണ്. ഞാനെന്ത് തെറ്റാ നിങ്ങളത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നീ തെറ്റൊന്നും ചെയ്തില്ലേ, ഞാൻ നിന്നെ ഇപ്പം സഹിക്കണമെന്നുണ്ടല്ലോ, എൻ്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ്, എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് നീയാണ് എന്നൊക്കെ പറയുകയാണ്. ശ്രുതിക്ക് ആകെ ഒരു വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. ശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതി കുറേ പ്രാവശ്യം ചോദിക്കേണ്ടത് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഷ്യാമിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കാണുമായിരിക്കുമോ, ഷ്യാമിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ തന്നോട് ഇത്ര ദേഷ്യം, അതുകൊണ്ടായിരിക്കോ തന്നോട് ഇത്ര വെറുപ്പും അറുപ്പൊക്കെ കാണിക്കണമെന്ന് ശ്രുതിക്കൊന്ന് സംശയം തോന്നുവാണ്. അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ ഷ്യാമിന് ഒരിക്കലും ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ലല്ലോ, ഷ്യാമിന് ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയേ ഉള്ളൂ. മാത്രമല്ല സത്യങ്ങളൊക്കെ അശ്വിൻ സാറിൻ്റെ സ്വഭാവം വെച്ച് സത്യങ്ങളൊക്കെ അഞ്ചിലെടുത്ത് പറയാനും മതി, അതുകൊണ്ട് എന്തായാലും അതായിരിക്കില്ല എന്ന് ശ്രുതി സ്വയം തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രുതി എങ്ങനെയെങ്കിലൊക്കെ ഈ സത്യം അറിഞ്ഞേ പറ്റൂ എന്ന രീതിയിൽ ശ്രുതി വേഗം തന്നെ തൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അതിനുശേഷം അശ്വിനോട് വഴക്കുണ്ടാക്കിയിട്ടാണ് പോണത്, ഞാൻ വീട്ടിലേക്ക് പോവാണ്, നിങ്ങൾ സത്യം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ, നീ പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും കേട്ടോ. ഈശ്വര, ശ്രുതി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ശ്യാം പിന്നെ ശ്രുതിനെ കാണാൻ വേണ്ടി അവിടെ പോകും, അവർ പിന്നെ അടുപ്പത്തിലാകോ എന്നൊക്കെ ഒരു ടെൻഷനാണ് അശ്വിന്. അപ്പോൾ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളെ എന്നെ കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശേഷം നമ്മുടെ അമ്മയൊക്കെ പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നത്, ഇറങ്ങിപ്പോവാനൊക്കെ പറയണം ശ്രുതിയുടെ അടുത്ത്. ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാനിവിടെ വന്നത് നിങ്ങളുടെ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സത്യങ്ങളോ, എന്ത് സത്യങ്ങൾ, അതെ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ അശ്വിൻ സാരമിനെ പെട്ടെന്നൊരു ദിവസം ഞാൻ എന്തിനാ വിവാഹം കഴിച്ചതെന്ന്, അതിനുള്ള കാരണം എന്താണെന്ന്, അതിനുള്ള സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എങ്കിൽ നീ ആ സത്യം പറ എന്ന് അമ്മയും ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പക്ഷെ അത് ഞാനല്ല, ഇപ്പോൾ അശ്വിൻ സായിറാം തന്നെ ഇവിടെ വരും, അയാൾ പറയും സത്യം എന്താണെന്ന് എന്ന് പറയാട്ടോ. ശേഷം ശ്രുതി അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയും വാതിൽ തുറക്കുമ്പോൾ, വാ കയറി വന്നൊക്കെ അശ്വിനോട് പറയാണ്. ശേഷം അമ്മായി ചോദിക്കേണ്ടല്ല, അശ്വിൻ സാറേ എന്തോ പറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തു പറയുമെന്ന്, അല്ല സത്യങ്ങളോ, എന്ത് സത്യങ്ങൾ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ കാരണം എന്താണെന്നുള്ള സത്യങ്ങളെല്ലാം അശ്വിൻ സാറ് പറയുമെന്നാണ് ശ്രുതി പറഞ്ഞത്. അപ്പോൾ തന്നെ അശ്വിനെ മനസ്സിലായി ശ്രുതിയുടെ ട്രാപ്പാണിതെന്ന്, സത്യങ്ങളൊക്കെ തൻ്റെ അമ്മയടുത്തും പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അങ്ങനത്തെ ഒരു ട്രാപ്പ് ചെയ്ത് കേട്ടോ. അങ്ങനെ അശ്വിൻ പറയണ്ട, എനിക്കൊരു ചായ വേണമായിരുന്നു പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് അമ്മായി പറയുകയാണ്. അപ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, വേണ്ട അമ്മായി ചായ എടുത്തേക്കണ്ട, ശ്രുതി എടുത്തോളും, ശ്രുതി നീ പോയി ചായ ഉണ്ടാക്കാൻ പറയണം. അങ്ങനെ ശ്രുതിനെ അടുക്കളയിലേക്ക് വിടുകയാണ്. അതിന് തൊട്ട് പിന്നാലെ അശ്വിനും പോകുന്നുണ്ട്. അശ്വിൻ പറയുന്നുണ്ട്, നീ എന്നെ ട്രാപ്പ് ചെയ്താണല്ലേ, ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണല്ലേ, നോക്കിക്കോ, എൻ്റെ വായിന്ന് ഒരിക്കലും നീ ആ സത്യം അറിയാൻ പോണില്ല, എല്ലാത്തിനും കാരണം നീ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയാണ് അശ്വിൻ. ശ്രുതിയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു ബുദ്ധിമുട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ശ്രുതി പല കാര്യങ്ങളും എടുത്തിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ സത്യങ്ങൾ അശ്വിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും തന്നെ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ പതുക്കെ ശ്രുതി തന്നെ മനസ്സിലാക്കുകയാണ്, മിക്കവാറും ഷ്യാമിൻ്റെ കാര്യം തന്നെ അറിഞ്ഞിട്ടായിരിക്കും അശ്വിൻ ഇങ്ങനത്തെ മാറ്റം. എന്തായാലും അശ്വിനോട് ഷ്യാമിൻ്റെ സത്യങ്ങളൊക്കെ പറയാമെന്ന് ശ്രുതി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഷ്യാമിനോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, അതായത് അശ്വിനോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകാൻ ശ്രുതി തീരുമാനിക്കുകയാണ്. ആ ദിവസമാണ് വീട്ടിലൊരു പായസം വെക്കാൻ വേണ്ടി തീരുമാനിക്കണം. അത് വേറൊന്നുമല്ല, മനോരമയ്ക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഷുഗർ ആയതുകൊണ്ട് പായസം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ
അപ്പോൾ ഷുഗർ ഇല്ലാതെ സ്വീറ്റ്നർ ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ പായസം ഉണ്ടാക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മണം അടിച്ചിട്ട് നമ്മുടെ മനോരമ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രീതി എന്തൊരു ആവശ്യത്തിന് വേണ്ടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി അടുത്ത് പറഞ്ഞിട്ട് പായസം ഒന്നും അടിപിടിക്കാണ്ട് നോക്കണോട്ട് പറയാണ്. അങ്ങനെ ശ്രുതി പായസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ വിചാരിക്കാൻ എന്തായാലും ഇന്ന് സത്യങ്ങളൊക്കെ അശ്വിൻ സാറിനോട് പറഞ്ഞേ പറ്റൂ. ശ്യാമും താനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് ശ്രുതി തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ പായസമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിൻ അങ്ങോട്ട് പോണത് കാണുന്നത്. അപ്പം തന്നെ ശ്രുതി വേഗം അശ്വിൻ്റെ അടുത്തേക്ക് പോകണം. പായസം അവിടെ തന്നെ വെച്ചിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോകണം, എനിക്ക് നിങ്ങളുടെ സംസാരിക്കാനുണ്ട്. അത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു അടി പിടിച്ച മണം വരുവാണ്. അടി പിടിച്ച മണം വരുമ്പോഴേക്കും അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവാം കേട്ടോ. മനോരമ പറയുന്നുണ്ട് പ്രീതിയുടെ അടുത്ത്, അപ്പോൾ നീ എന്നെ കൊതിപ്പിച്ച് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അല്ലേ? നിനക്കറിയാം പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ പായസത്തിൻ്റെ മണം പിടിച്ചിട്ട് കൊതിയോടെ ഞാനിവിടെ വരുമ്പോൾ അത് അടി പിടിച്ച് കാണിച്ച് എന്നെ കളിയാക്കണം. അതിനുവേണ്ടി നീയും നിൻ്റെ അനിയത്തി കീറസാരിക്കൊടി കൂടി ചെയ്ത പണിയാണിതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരയുടെ പ്രീതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും ശ്രുതിക്കും വല്ലാതെ വിഷമമാകും. ശ്രുതിയാണെങ്കിൽ മനോരമടുത്ത് പറഞ്ഞിട്ട് ഇത് ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോഴേക്കും നീ മാത്രമല്ല നിൻ്റെ ചേച്ചി കാരണം, നിങ്ങൾ രണ്ടുപേരും എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് പ്രീതി ചേച്ചി സോറി എന്ന് പറയുമ്പോൾ സാരില്ല, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, മനോരമാൻ്റെക്ക് ഒരു കാരണമായി എടുത്തു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് വിഷമിച്ചോട്ട് പോവാണ്. അങ്ങനെ ശ്രുതിക്ക് സത്യങ്ങളൊന്നും അശ്വിനോട് ആ സമയത്തും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നീട് പല പ്രാവശ്യം ശ്രുതി സത്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോവാണ്. ഒന്നും തന്നെ അശ്വിനോട് തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പതുക്കെ ശ്രുതി എങ്ങനെയെങ്കിലൊക്കെ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തനിക്ക് അശ്വിനോടുള്ളത് യഥാർത്ഥ പ്രണയമാണെന്നുണ്ടെങ്കിലും ശ്രുതിക്ക് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഹോളി സമയത്ത് ശ്രുതി കുറച്ച്, അതായത് മദ്യമല്ല, അതൊരു ലഹരി പോലത്തെ ഒരു സാധനമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു വെള്ളമാണത്. ആ വെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും ശ്രുതി ആ ഒരു ലഹരിയിൽ അശ്വിനോട് തുറന്നു പറയുന്നുണ്ട് തൻ്റെ പ്രണയം. എനിക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമേ അതായത് ഇഷ്ടം തോന്നിയിട്ടുള്ളൂ എന്ന രീതിയിൽ സംസാരിക്കണം. തിരിച്ച് അശ്വിനും ശ്രുതിയുടെ അടുത്ത് ആ രീതിയിൽ പറയുന്നുണ്ട്. അവരങ്ങനെ ഒന്നാവാണ്. ശരിക്കും പറഞ്ഞാൽ ശ്യാമിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടല്ല അവർ ഒന്നാവണത്. അതിന് മുമ്പേ അവർ ഒന്നാവണമൊക്കെ ഉണ്ട്. ആ തെറ്റിദ്ധാരണയൊക്കെ പതുക്കെ ഇങ്ങനെ മാറി വരും. അല്ലെങ്കിൽ അശ്വിൻ വിചാരിക്കും ഒരു ഇഷ്ടം മറ്റുള്ളത് തോന്നുന്നത് സർവ്വസാധാരണമല്ലേ. ഇപ്പം താൻ ലാവണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച പോലെ തന്നെ ചിലപ്പോൾ ശ്രുതിയും ശ്യാമിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നീടായിരിക്കും മഞ്ജയുടെ ഭർത്താവെന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അശ്വിൻ അത് പതുക്കെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് സത്യമൊക്കെ മനസ്സിലാക്കുവാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിലൊക്കെ കാണാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഭാഗം ഈ ആഴ്ചത്തെ ഭാഗമല്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചത്തെ ഭാഗമാണ് ഈ പായസം ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞത്. അടുത്ത ആഴ്ച കേട്ടോ. ഈ ആഴ്ച ഫുള്ളും ഇവരുടെ പ്രശ്നങ്ങളും ഫസ്റ്റ് നൈറ്റും അതുപോലെ തന്നെ ശ്യാം പിന്നെയും പുറകെ നടക്കുന്നതും ഒക്കെ കാര്യങ്ങളാണ് ഈ ആഴ്ച ഫുള്ളും ഉള്ളത്. താനും ശ്യാമും തമ്മിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അശ്വിനോട് പറയാൻ വേണ്ടി ശ്രുതി പല പ്രാവശ്യവും ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പല വഴികളും ശ്രുതി ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.